നീ വന്നിട്ട് കുറച്ചു സമയമായോ? കാത്തുനിന്നതല്ല വിഷയം. ഗൗതം പെരുവണ്ണാപുരത്ത് പോയ വിശേഷം പറ. അവളുടെ വിവാഹത്തെപ്പറ്റി നാട്ടുകാരിപ്പോഴും മറന്നിട്ടില്ല. അമ്മൂന നാട്ടിലുള്ള വില എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. വെറുതെയല്ല മംഗലശ്ശേരിക്കാർക്ക് അവള് പ്രിയപ്പെട്ടവളായത്. പ്ലീസ് ഗൗതം, ഇതൊന്ന് നിർത്ത്. കാവേരി ഇതൊക്കെ വർണ്ണിച്ച് ഞാൻ കുറെ കേട്ടതാ. അവളുടെ കല്യാണ കഥയൊക്കെ പലരും പറഞ്ഞറിഞ്ഞതുവാ. എനിക്കറിയേണ്ടത് അതൊന്നുമല്ല. ഗൗതത്തിന് അവളുടെ വിവാഹ ഫോട്ടോ കിട്ടിയോ? ഇല്ല. പിന്നെ എന്തിനാ 4-5 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് ഗൗതം അങ്ങോട്ട് പോയത്? അവളുടെ വീട്ടിൽ പോവാൻ ഞാൻ പറഞ്ഞതല്ലേ? അവിടെ ഞാൻ പോയിരുന്നു. എന്നിട്ട് ആ വീട്ടിൽ താമസക്കാരാരുമില്ല. വീട് പൂട്ടി അവര് സിറ്റിയിലേക്ക് താമസം മാറിയെന്ന അയൽവാസികൾ പറഞ്ഞത്. പലർക്കും അവര് പണം കൊടുക്കാനുമുണ്ട്. അവർ ശരിക്കും എവിടെയാണെന്ന് ഒരു വിവരവും നാട്ടുകാർക്കില്ല. ഞാൻ ബാങ്ക് ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്കാ നാട്ടുകാരെ കണ്ടത്. അപ്പോ അമ്മൂനെ വിവാഹം കഴിച്ചത് ആരാണെന്നാ അവിടെ ആർക്കും ഒരു വിവരമില്ലേ? മുഹൂർത്തത്തിനൊരു പയ്യൻ വന്നതും അവളെ താലി കെട്ടിക്കൊണ്ടു പോയതും മാത്രമേ മിക്കവർക്കും അറിയൂ. അവിടെ ഒരു ചായക്കടക്കാരനോട് ചോദിച്ചപ്പോ കുറച്ച് വിവരങ്ങൾ കിട്ടി. പക്ഷേ അതിൽ നമുക്ക് ഗുണകരമായിട്ടൊന്നുമില്ല. ലച്ചു ഭർത്താവിന്റെ വീട്ടിൽ ഒരു റാണിയെപ്പോലെ ജീവിക്കുന്നുവെന്ന് അയാൾ തട്ടിവിട്ടത്. അതുമാത്രമല്ല, കുറച്ചു മുമ്പ് വരെ അവളും ഭർത്താവും തറവാട്ടി വന്നു പോവാറുണ്ടെന്ന് അയാൾ പറഞ്ഞു. സത്യത്തിൽ നാട്ടുകാരെ തെറ്റിദ്ധരിച്ചിരിക്കുക. ആരാവൻ? അവന് ഊരും പേരൊന്നുമില്ലേ? അവന്റെ പേരെല്ലാരും പറയുന്ന ഒന്ന് തന്നെയാ. എന്താത്? സഞ്ജയ്. ഗൗതം എന്താ പറഞ്ഞേ? അതെ, ചായക്കടക്കാരനും മറ്റു ചിലരും പയ്യന്റെ പേര് പറഞ്ഞത് സഞ്ജയ് എന്നാ. ഈ പറയുന്നതല്ലാതെ അവർക്ക് അവന്റെ ഒരു ഫോട്ടോ പോലും കാണിച്ചു തരാനായില്ല. അവന്റെ മറ്റൊരു വിവരവും അവർക്കറിയില്ല. പക്ഷേ അവൻ അവർക്കൊക്കെ സുപരിചിതനാ. സഞ്ജയ് എന്ന് പറയുമ്പോ ഗൗതം, നിന്റെ സംശയം ഏത് വഴിക്കാ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞാനും അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ചു. പക്ഷേ മംഗലശ്ശേരിയിലെ സഞ്ജു ആണ് അവളുടെ കഴുത്തിൽ താലി കെട്ടിയെന്ന് എങ്ങനെ വിശ്വസിക്കും? അവൾക്കൊപ്പം അവൻ ആ നാട്ടിൽ പോയതിന് വല്ല വിവരമുണ്ടോ? അവളെ പേരുമാറ്റി വീട്ടിൽ കൊണ്ടുവന്നത് സഞ്ജു ആണെങ്കിൽ സംശയിക്കാം. ഇവിടെ അതിനും പ്രസക്തിയില്ല. കുറെ കാലം ശ്രീകുട്ടിയുടെ കൂടെ അമ്മു കഴിഞ്ഞത്. പിന്നെ ശ്രീകുട്ടിയല്ലേ അവളെ മംഗലശ്ശേരിയിലേക്ക് കൊണ്ടുവന്നത്. അതെ, പക്ഷേ അവൻ അമ്മുവിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന എന്തിനാ? ദിനേശനും കൂട്ടു നിൽക്കുന്നുണ്ട്. ആ പെൻഡ്രൈവിൽ ഉണ്ടായിരുന്നത് സഞ്ജുവിന്റെ അമ്മുവിന്റെയും വിവാഹ വീഡിയോ ആണെങ്കിലോ? എങ്കിൽ ദിനേശനുമായി ചേർന്ന് സഞ്ജു നടത്തിയ ഒത്തുകളിയല്ലേ അത്? കവിതേ, ഇത് വളരെ കരുതലോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. സഞ്ജയ് എന്ന പേര് മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. എത്രയോ ചെറുപ്പക്കാർക്ക് അങ്ങനെ പേരുണ്ടാവാം. അത് സഞ്ജു ആണെന്നതിന് ഒരു ഉറപ്പുമില്ല. എന്തെങ്കിലും കേട്ടെന്ന് വെച്ച് നമ്മൾ ചാടി പുറപ്പെടുന്നതിന് മുൻപ് വരാൻ പോകുന്ന ഭവിഷ്യത്തു കൂടി ഒന്ന് ആലോചിക്കണം. അതെനിക്ക് നന്നായിട്ടറിയാം. ഉദ്ദേശിക്കുന്നത് പോലെ അല്ല കാര്യങ്ങളുടെ കിടപ്പെങ്കിൽ
സഞ്ജുവിന് എന്നിലുള്ള വിശ്വാസം പൂർണ്ണമായും ഇല്ലാതാവും. പിന്നെ അവൻ കമ്പനിയിൽ പോലും അടുപ്പിക്കില്ല. എനിക്ക് മംഗലശ്ശേരി വിട്ട് പോവേണ്ടിയും വരും. ഞാൻ കണ്ട സ്വപ്നങ്ങളെല്ലാം വെറുതെയുമാവും. എന്തായാലും സംശയം, ഈ കാലം അത്രയും പണിയെടുത്തത് വെറുതെ ആവില്ലേ? പക്ഷേ അമ്മുന്റെ കഴുത്തിൽ താലി കെട്ടിയത് സഞ്ജു തന്നെയാ ഗൗതം. അവൻ തന്നെയാ അവളുടെ ഭർത്താവ്. അവൻ ശ്രീദേവിക്കൊപ്പം പെരുവണ്ണാപുരത്തേക്ക് പോയിട്ടുണ്ട്. വെറുതെ ഒന്നുമല്ല ആ പെണ്ണ് കൃത്യമായി മംഗലശ്ശേരി തന്നെ എത്തിയത്. അതിന് പിന്നിൽ പാവം ശ്രീകുട്ടി അറിയാത്ത പല അന്തർനാടകങ്ങളുമുണ്ട്. അവളുടെ ബന്ധുക്കൾ മംഗലശ്ശേരിയിലെത്തിയപ്പോ സഞ്ജുവിനോട് കാണിച്ച അടുപ്പം എന്റെ സംശയങ്ങൾ ബലപ്പെടുത്തുന്നത്. വളരെ പരിചയമുള്ളതുപോലെയാ അവരന്ന് അവനോട് പെരുമാറിയത്. അന്ന് തന്നെ എനിക്കതില് അസ്വാഭാവികത തോന്നിയതാ. സഞ്ജു ശ്രീകുട്ടിയെ ചതിച്ചുകൊണ്ടിരിക്കുക. അമ്മുന്റെ അല്ലല്ല, ലക്ഷ്മിയുടെ ഭർത്താവായ സഞ്ജയ് അവൻ തന്നെയാ. അല്ലെങ്കിൽ എന്തിന് ശ്രീകുട്ടിയിൽ നിന്ന് ആ ഡിക്റ്റേറ്റീവിനെ അകറ്റി നിർത്താൻ സഞ്ജു ശ്രമിക്കണം? അല്ലെങ്കിൽ അയാൾ കയറി വരുമ്പോഴെല്ലാം എന്തിനാ അവൻ ഭയക്കണം? അയാളെ വിളിച്ച് പുറത്തു കൊണ്ടുപോയി രഹസ്യമായി എന്തിനു സംസാരിക്കണം? ചോദ്യങ്ങൾ ഒരുപാടാ, ഉത്തരം ഒന്ന് മാത്രം. പക്ഷേ അത് പ്രൂവ് ചെയ്യാൻ എവിഡൻസ് വേണ്ടേ? തെളിവായി എന്തെങ്കിലും ഒന്ന് കൈ കിട്ടാതെ എനിക്ക് കളിക്കാൻ പറ്റില്ല. പക്ഷെ ഗൗതം, അമ്മുവിന്റെ ഭർത്താവ് സഞ്ജു ആണെന്ന് എനിക്ക് തെളിയിക്കാൻ കഴിഞ്ഞാൽ പിന്നെ ആർക്കും പിടിച്ചടക്കാൻ കഴിയാത്ത കൊടുങ്കാറ്റാകും ഈ കവിത. സർവ്വതും തകർത്തെറിയുന്ന കൊടുങ്കാറ്റ്. എറിഞ്ഞു പൊട്ടിക്കാനല്ല ഞാൻ ശ്രമിക്കുന്നത്, അത് വച്ച് എല്ലാം കൈക്കലാക്കാനാ. മംഗലശ്ശേരിയിലെ മുഴുവൻ സമ്പാദ്യവും കമ്പനിയും സഞ്ജുവിന് കവിതയ്ക്ക് മുന്നിൽ അടിയറവ് വയ്ക്കേണ്ടി വരും. അവനെ ഞാൻ അവിടെ കൊണ്ടെത്തിക്കും. ഞാൻ കാത്തിരുന്ന ആ നിമിഷം അടുത്തു വരിക. ഗൗതമന് മംഗലശ്ശേരിയിലേക്ക് കയറി വരാനുള്ള സമയം അടുത്തു കഴിഞ്ഞു. ശ്രീകുട്ടിയുടെ ആഗ്രഹങ്ങൾക്കൊപ്പം നിന്നുകൊടുക്കുക. അത് മാത്രമേ ഉള്ളൂ എന്റെയും പ്രഭയുടെയും മനസ്സിലിപ്പോ. ശ്രീകുട്ടിയെ വേദനിപ്പിക്കാതിരിക്കാൻ ഒന്നും ചെയ്യാതിരിക്കുക. എനിക്കിപ്പോഴും ശ്രീകുട്ടിയുടെ കാര്യത്തിൽ നല്ല പ്രതീക്ഷയുണ്ട്. ശ്രീകുട്ടി കിടന്നുപോയാ പിന്നെ ഈ കുടുംബം ഉണ്ടോ? മംഗലശ്ശേരി കുടുംബത്തിന് അനന്തരാവകാശി ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവില്ല. സാക്ഷാൽ ലക്ഷ്മി ദേവി തന്നെയാ ഈ കുടുംബത്തിന് കാവലായിട്ടുള്ളത്. കുടുംബദേവതകൾ കാവലുണ്ടായിട്ടും എന്റെ മകൾക്കിത് സംഭവിച്ചില്ലേ അമ്മേ? സമയദോഷം എന്നൊന്നില്ലേ വലിയച്ചി. ഇതങ്ങനെ കരുതിയാൽ മതി. നമ്മളിത് മറികടക്കും. ജീവിതകാലം മുഴുവനും ശ്രീകുട്ടിക്ക് വീൽചെയറിൽ കഴിയേണ്ടി വരില്ല. പ്രഭേണ്ണ സഞ്ജുവും വെറുതെ ഇരിക്കുകയല്ല. ദൈവം ഒരു വഴി തുറന്നു തരും. ഇനി അവരുടെ കല്യാണം നടക്കുമെന്ന പ്രതീക്ഷയൊന്നും എനിക്കില്ല. നീ എന്താ കാഞ്ചന ഈ പറയുന്നേ? ഇങ്ങനൊരാപത്ത് വന്നു ഭവിച്ചു എന്ന് കരുതി കല്യാണം നടക്കാതിരിക്കൂ? സഞ്ജുവിനും ശ്രീകുട്ടിക്കും ഒരു ജീവിതം വേണ്ടേ? വല്യേച്ചിയുടെ ചിന്തകളൊക്കെ ഇപ്പൊ ഈ വഴിക്കാമ്മേ. വല്യേച്ചിയെ തെറ്റു പറയാനും പറ്റില്ല. സഞ്ജു ഏത് വഴിക്കാ ചിന്തിക്കുന്നതെന്ന് ആർക്കറിയാം? അതെന്താ കവിതേച്ചിക്ക് അവന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു സംശയം?
ആരുടെ കാര്യത്തിലും ഒന്നിലും ഒരു ഉറപ്പ് പറയാൻ കഴിയില്ല കാവേരി. പലരെ കുറിച്ചും നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്ന ഒന്നുമല്ല സത്യം. സഞ്ജുവിനെ കുറിച്ച് അങ്ങനെ ഒരു സംശയം ആർക്കും വേണ്ട. ശ്രീകുട്ടി അവന്റെ മുറപ്പെണ്ണാണെന്ന് അറിയുന്നതിന് മുൻപ് അവൻ അവളെ സ്നേഹിച്ചതാ. കഥയറിയാതെ നമ്മൾ രണ്ടു കൂട്ടരും അവരുടെ ബന്ധം എതിർത്തപ്പോ വീട്ടുകാരെ പോലും വേണ്ടെന്ന് വെച്ച് രജിസ്റ്റർ മാരേജിന് രണ്ടുപേരും കൂടി തയ്യാറെടുത്തതാ. എന്റെ മകളുടെ അവസ്ഥ എന്നും ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഈ വിവാഹത്തിന് തയ്യാറാവില്ലമ്മേ. സഞ്ജു മറ്റൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടിക്കോട്ടെ. എന്റെ മകൾക്കതില് സന്തോഷമേ ഉണ്ടാവൂ. വല്യേച്ചി, എനിക്ക് കുറച്ച് സ്വാർത്ഥതയൊക്കെ ഉണ്ട്. അത് സമ്മതിക്കാൻ എനിക്കൊരു മടിയുമില്ല. പക്ഷേ എന്റെ ശ്രീകുട്ടി അങ്ങനെയല്ല. എല്ലാരെയും സ്നേഹിക്കാന് അവൾക്ക് കഴിയൂ അമ്മേ. മറ്റുള്ളവരോട് അവൾ വഴക്കിടുന്നത് പോലും ശരിയുടെ ഭാഗത്ത് നിൽക്കുന്നതുകൊണ്ട്. എന്റെ മകള് തന്നെ സഞ്ജുവിനോട് ഇതാവശ്യപ്പെടും. ഇല്ല മോളെ, ശ്രീകുട്ടിയെ കൂടാതെ സഞ്ജുവിനൊരു വിവാഹ ജീവിതമേ ഉണ്ടാവില്ല. ആരും അതേപ്പറ്റി തർക്കിക്കാനും നിൽക്കണ്ട. മുത്തച്ഛന്റെ മുന്നിൽ വെച്ച് അവൻ പറഞ്ഞതേ ശ്രീകുട്ടിയെ ഒരു രോഗിയായി ആരും കണ്ടുപോകരുതെന്നാ. എനിക്ക് കാഞ്ചനയോടും പ്രഭയോടും ആയിട്ടുള്ളതൊരു അപേക്ഷയെ ഈ വിവാഹത്തിൽ നിന്ന് ശ്രീകുട്ടിയെ പിന്തിരിപ്പിക്കാൻ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒന്നും ഉണ്ടാവരുത്. അവൻ താലി കെട്ടുന്നെങ്കിൽ അത് ശ്രീകുട്ടിയുടെ കഴുത്തിലായിരിക്കും. അവൻ ഇനി ഒരു താലികെട്ട് പാടില്ലെന്നല്ലേ രണ്ട് ജ്യോത്സ്യന്മാരും കവിടി നിർത്തി പറഞ്ഞത്? സഞ്ജു ഒരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടി കഴിഞ്ഞുന്ന് ശാസ്ത്രികൾ ഇവിടെ വന്നിരുന്നല്ലേ പറഞ്ഞത്? അതിന്റെ പേരില് ശ്രീദേവിയും വല്യേച്ചിയും തമ്മില് വഴക്കും ഉണ്ടായല്ലോ. എല്ലാവരും അതങ്ങ് മറന്നു. എന്ത് കാര്യത്തില് ശാസ്ത്രികളെ വിശ്വസിക്കുന്ന അമ്മയ്ക്ക് ഇതേപ്പറ്റിയൊന്നും പറയാനില്ലേ? ഒരു പ്രായത്തിൽ ജാതകപ്രകാരം മംഗല്യയോഗം കാണും. അത് വച്ച് പറഞ്ഞതാവാനേ സാധ്യതയുള്ളൂ. അതല്ലാതെ ശാസ്ത്രികള് ദൈവജ്ഞനൊന്നും അല്ലല്ലോ. അവര് വന്നെന്ന് തോന്നുന്നു. പുറത്തൊക്കെ പോയി സന്തോഷിച്ചിട്ടാ ശ്രീകുട്ടി വരുന്നത്. നമ്മൾ അവരുടെ മുൻപിൽ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കരുത്. താലി കെട്ടിയവളെയും കൊണ്ടാവാൻ പോയിരിക്കുന്ന ഈ ചതി പുറത്തുവിടാൻ എന്റെ കയ്യിലൊരു തെളിവില്ലാതായി പോയല്ലോ. കുറെ നാളുകൾക്ക് ശേഷം പുറത്തു പോയതല്ലേ, അതിന്റെ സന്തോഷം മോളുടെ മുഖത്തുണ്ട്. നന്നായി എൻജോയ് ചെയ്തു മുത്തശ്ശി. ഇനി ഇതിലിരുന്ന് ജീവിക്കാന്ന വിശ്വാസമൊക്കെ എനിക്ക് വന്നു തുടങ്ങി. അതിനൊക്കെ മാറ്റം വരും മോളെ. എന്റെ കുട്ടിയെ നടന്നു കണ്ടിട്ടേ ഞാൻ കണ്ണടയ്ക്കും. എനിക്കതിന് കഴിഞ്ഞില്ലെങ്കിൽ ഒരു കാലത്തും എന്റെ ആത്മാവിന് മോക്ഷം കിട്ടില്ല. എന്താ മുത്തശ്ശി ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ ഹാപ്പിയാ. ഞാൻ ഹാപ്പിയാണെങ്കിൽ നിങ്ങളൊക്കെ എന്തിനു സങ്കടപ്പെടണം? നമുക്ക് സന്തോഷത്തോടെ തന്നെ ജീവിച്ചു പോവാം. സഞ്ജുവിന്റെ ജീവിതത്തിലും സന്തോഷം വേണം. എനിക്ക് ചില പ്ലാനൊക്കെ ഉണ്ട്. സമയമാകുമ്പോ ഞാൻ പറയാം. എന്ത് പ്ലാൻ?
അതൊക്കെ പറയാം, സമയാവട്ടെ. ചേച്ചി മനസ്സിൽ വെച്ച് പറയുന്നത് എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്. അമ്മു, റൂമിലേക്ക് പോവാം. ശ്രീകുട്ടി പ്ലാൻ ചെയ്യുന്നത് എന്താണെന്ന് അറിയണം. അതെന്റെ ലക്ഷ്യങ്ങൾക്ക് തിരിച്ചടിയാവാൻ പാടില്ല. നീ ഒന്ന് നിന്നേ. എന്താ? ഔട്ടിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? പാർക്കിലായിരുന്നോ അതോ ബീച്ചിലോ? പോയിട്ട് നന്നായി എൻജോയ് ചെയ്തോ? അത് ചേച്ചിയോടല്ലേ ചോദിക്കേണ്ടത്. ഞാൻ ചോദിച്ചത് നിന്റെ കാര്യോ? നല്ലൊരവസരമാണല്ലോ നിനക്ക് കൈവന്നത്. നീ അത് നന്നായി ആസ്വദിച്ചു എന്ന് എനിക്കറിയാം. ചേച്ചിക്ക് വേണ്ടിയാ ഞാൻ പോയത്, അല്ലാതെ എനിക്ക് സന്തോഷിക്കാനൊന്നുമല്ല. ഓ, എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത ശ്രീകുട്ടിയെ വെച്ച് ഇനി പലർക്കും പല നാടകങ്ങളും നടത്താമല്ലോ. അവളൊന്നും അറിയാതെ എല്ലാം അവൾക്ക് വേണ്ടിയാണെന്ന് സന്തോഷിച്ചിരുന്നോളൂ. കവിതയെ ചിന്ത ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന നിനക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ മാത്രമേ ഞാൻ സംസാരിച്ചുള്ളൂ. നിനക്കത് ഭംഗിയായിട്ട് മനസ്സിലാവുകയും ചെയ്തു. നിന്റെ ഭർത്താവിനെ കണ്ടുപിടിക്കാൻ ശ്രീകുട്ടി എത്ര ശ്രമിച്ചിട്ടും നടക്കുന്നില്ലല്ലേ? അത് പിന്നെ എങ്ങനെയാ? അവൾ ഏർപ്പാടാക്കിയ ഡിക്റ്റേറ്റീവിനെ അവള് പോലും അറിയാതെ ഒതുക്കാനായി വെമ്പൽ കൊള്ളുന്ന വേറെ ആൾക്കാരും ഉണ്ടല്ലോ. നിന്നേക്കാൾ ആവശ്യം അവർ കൂടിയാണല്ലോ. ആ, നിന്ന് വിഷമിക്കണ്ട, പോയിക്കോ. സഞ്ജു അല്ലേ നിന്റെ ഭർത്താവ്? ഞാൻ പറഞ്ഞ സത്യമല്ലേ? എനിക്കറിയാടി നിന്റെ കഴുത്തിൽ താലി കെട്ടിയത് സഞ്ജു ആണെന്ന്.